എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണി ജുബാനയും നിഷയും കൂടെ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുൺ ഇറങ്ങി വരുന്നത്. വരുണിനെ കണ്ടതും കല്യാണി വെച്ച് എന്തിയാ മനോഹർ എന്തിയെന്ന് ചോദിക്കാണ്. അവൻ നേരത്തെ നെട്ടോട്ട് ഓടാൻ തുടങ്ങിയെന്ന് പറയാണ്. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അവൻ ഓടിയെന്ന് പറയാ. അമ്മാവന്റെ മക്കള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓടിയെന്ന് പറയാ. ഇത് കേട്ടതും കല്യാണി ചിരിച്ചു. അതെന്താളും നന്നായി. പിന്നീട് വരുൺ പറഞ്ഞു, അതെ ഞാനിവിടെ വന്ന സമയത്ത് സരുവിനെ കണ്ടായിരുന്നു പറയാം. സംസാരിച്ചോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കും. ഞാൻ മുൻപിലേക്കൊന്നും ചെന്നില്ല. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു, വളരെ വിദഗ്ധമായിട്ട് മുങ്ങിയെന്ന് പറയാണ്. അവന് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെ കളി പന്തിയാവില്ല എന്നുള്ള കാര്യം. അവൻ അങ്ങനെ ആ സമയത്ത് തന്നെ മുങ്ങിയെന്ന് പറയാം. പക്ഷെ ഞാൻ മുമ്പിൽ ചെന്ന് പെട്ടുകൊടുത്തില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കുറച്ചു കാലം കൂടി ഇതെങ്ങനെ മുന്നോട്ട് പോട്ടെ, ഇപ്പോഴേ അവന്റെ മുഖംമൂടി വലിച്ചു കയറിയാൽ എങ്ങനെ ശരിയാവണേ എന്നൊക്കെ വരുൺ പറയുവാണ്. ഇത് കേട്ടതും ജുബാന പറഞ്ഞു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമെന്ന് പറയണം. പിന്നീട് വരുണിനോട് പറഞ്ഞു, നിധി അവിടെ ഇരിക്കുന്നുണ്ട് കാരണത്ത് ചെല്ല് വിഷുക്കൈനീട്ട കൊണ്ടേ കൊടുക്കാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യാണ്, നിധേനെ കാണാൻ വേണ്ടി വരുൺ ഇറങ്ങി പോവാണ്. പിന്നീട് ജുബാനെ നിഷയും കല്യാണിയും കൂടെ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. മനോഹർ അവിടെയെങ്കിലും ഇല്ല. അവന് എന്താണെങ്കിലും അവിടെ നിന്ന് ഓടിയിട്ടുണ്ടാവുന്ന മനസ്സിലായി. ഇവിടെ എവിടെയെങ്കിലും കാണും, പതുങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും തങ്ങളെ കണ്ട് തങ്ങളുടെ കൺമുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം മനോഹർ ഓർത്തു, ദൈവമേ, ഒരിടത്ത് പോയി കഴിയുമ്പോഴത്തേനും അടുത്ത് വന്നോണ്ടിരിക്കുക. ഇത് എന്തൊരു പരീക്ഷണം എന്തോ. അങ്ങനെ പമ്മി കൂടി പോയി നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പമ്മി നിൽക്കുന്നേ? ആദ്യം ഒരു പെണ്ണുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ, പിന്നീട് ഭാര്യയുടെ കൂടെ വരുന്നുണ്ടോ, ഇപ്പൊ എന്താ ഇവിടെ കിടന്ന് കറങ്ങണം നിൽക്കുക? അല്ല അത് പിന്നെ ചേട്ടൻ ഞാൻ അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം. ആണോ? അങ്ങനെയാണെ കുഴപ്പമില്ല. പിന്നീട് മനോഹർ പോയി പ്രസാദമൊക്കെ വാങ്ങിച്ചു. ഇനി ഏത് വഴി പോകണമെന്ന് അറിയത്തില്ല. ഏത് വഴി പോയാലും ചിലപ്പം അവരുടെ കൺമുന്നിൽ ചെന്ന് പെട്ടുപോയാലോ. തന്റെ കഥ അതോട് തീർന്നു തന്നെ. അങ്ങനെ മനോഹർ ആകെപ്പാട് ടെൻഷൻ അടിച്ച് അവരെ കാണില്ലെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോട് കൂടിയിട്ട് അങ്ങോട്ട് വരുവാണ്. ആരെ കാണണ്ടെന്ന് വിചാരിച്ചോ കൃത്യം അവരുടെ കൺമുന്നിലേക്ക് തന്നെയാണ് മനോഹർ വന്ന് വീഴുന്നേ. ജുബാനെ നിഷയും കല്യാണിയും കൂടെ അങ്ങോട്ട് നടന്നു വരുവാണ്. പെട്ടെന്ന് മനോഹറിന് ഓടാൻ പോലും പറ്റിയില്ല. മനോഹറെ കണ്ട കല്യാണി പറഞ്ഞു, ആഹാ മനോഹര, എന്താ ഇവിടെയെന്ന് ചോദിക്കാം. അത് പിന്നെ വിഷു ഒക്കെ അല്ലേ കല്യാണി, അതുകൊണ്ടൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ നിഷ ചോദിച്ചു, നിനക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാടാന്ന് ചോദിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല നിന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ നീ തൊഴുത് പ്രാർത്ഥിക്കാൻ വരാൻ സാധ്യത കുറവാന്ന് പറയണം. ജുബാൻ പറഞ്ഞു, അത് ശരിയാ, വിഷു ഒക്കെ ആയതുകൊണ്ട് നല്ല പെൺകുട്ടികളൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുമെന്നറിയാം, അതുകൊണ്ട് അവരെ കാണാനായിട്ട് ഇവൻ വന്നാന്ന്. ആ സമയം മനോഹർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും വന്നല്ലെന്ന് പറയണം. പിന്നീട് കല്യാണി അവന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല സത്യം പറ, രാഹുൽ എന്ന് വരുമോന്ന് ചോദിക്കുകയാണ്. വരും, ഇന്ന് രാത്രിത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? അതേന്ന് പറയാ. എങ്ങാനും വന്നില്ലെങ്കിൽ രാഹുലിട്ട് കൊടുക്കാനുള്ള തല്ല് നിനക്കിട്ടായിരിക്കും കിട്ടാൻ പോണേന്ന് പറയാ. ഇല്ല കല്യാണി, ഇന്ന് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. അന്നാ നടക്കട്ടെ. ഒരു കാര്യമുണ്ട്, ഇനി ഏതെങ്കിലും പെമ്പിള്ളേരെ വഴി തെറ്റിച്ചെന്നറിഞ്ഞാ നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് കല്യാണി പറയുകയാണേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ പോയേക്കുവെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മനോഹർ എന്ത് ചെയ്യുവാണ്, താഴേക്കിറങ്ങി പോവാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഒന്ന് നിധിക്ക് കാരണത്തിൽ കയറിട്ട് വിഷ്കൈനീട്ടം കൊടുക്കുവാണ് വരുണ്. എന്നിട്ട് പറഞ്ഞു, അവനിപ്പൊ തന്നെ ചിലപ്പോൾ ഇറങ്ങി വരുമായിരിക്കും, നമുക്ക് പിന്നെ കാണാട്ടോ എന്ന് പറയണ. ഒരു കാര്യം ചെയ്യുക, അവൻ എങ്ങോട്ടെങ്ങനെ ഇറങ്ങി വന്നാലും മുഖം കാണണ്ട, ആ സാരി തലപ്പ് വെച്ച് മുഖമൊക്കെ പതുക്കെ മറിച്ച് കാരണത്തിരുന്നാൽ മതി എന്ന് പറയണം. പെട്ടെന്ന് തന്നെ വരുൺ എന്ത് ചെയ്യുക, വന്നിട്ട് കാറിനടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്റെ മോളു, എന്ത് പറയാനാന്ന് പറ, ഈ അമ്മാവന്റെ മക്കളെ കൂടെ തോറ്റു. ഈ പെൺമക്കൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അവരൊന്നും കല്യാണം കഴിക്കാൻ നിൽക്കുമല്ലേ, അപ്പൊ എന്റെ കല്യാണം കഴിയാന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് കല്യാണം മുടക്കാനായിട്ട് നോക്കുന്നേ, ഓരോ നുണക്കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ മോളുവിനോട് അങ്ങനെയെങ്കിലും അവര് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളും അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയണേ. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറയാം. എന്നാ ശരി, നമുക്ക് പോയാലെന്ന് ചോദിക്കാം. പോകാന്ന് പറയണ. അങ്ങനെ വരുണും മനോഹരം കൂടെ പോവാണ്. പോകുന്ന വഴിക്ക് വരുൺ പാളി നോക്കുന്നുണ്ട് നിധാനെ. നിധ പൊയ്ക്കോളം കണ്ടുകൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. പിന്നീട് നിധ എന്ത് ചെയ്യുകയാണ്, കല്യാണിയുടെയും ജുബാനയുടെ നിഷയുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് നിധിയോട് ചോദിച്ചേ, എന്തിയാ അവനെ കണ്ടോന്ന് ചോദിക്കാം മനോഹരനെ. അവൻ പോയിട്ടുണ്ടെന്ന് പറയണം. വരണായിട്ട് എനിക്ക് കൈനീട്ടം കൊണ്ട് തന്നു പറയണം. എന്നാ ശരി, ബാ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് മടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. ആ സമയം രാഹുല് വിക്രത്തിന്റെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു, അല്ല നിന്റെ അച്ഛൻ എന്ത് ചെയ്യാടാന്ന് ചോദിക്കും. എന്ത് ചെയ്യാനെന്ന് പറ, ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, ഏത് വഴി പോയെന്ന് അറിയില്ല എന്ന് പറയാം. എല്ലാ വർഷവും അച്ഛന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിക്കുന്ന ഇത്തവണ അങ്കിളിന്റെ കയ്യിൽ നിന്നാ മേടിച്ചെന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, എന്റെ കൈ നല്ല കൈയാടാ, എന്റെ മോൾക്ക് എല്ലാ വർഷവും ഞാൻ വിഷു കൈനീട്ടം കൊടുക്കുന്ന. അവള് പറയും അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നല്ല ഐശ്വര്യമാന്ന്, അതുകൊണ്ട് നീ അക്കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാം. എന്നാലും പ്രകാശൻ ഇത് എവിടെ പോയതാ അറിയത്തില്ല, വിളിച്ചു നോക്കിയിട്ടൊരു ഫോണും എടുക്കുന്നില്ല. എടാ ഇനിയിപ്പം ടെൻഷൻ കയറി എങ്ങാനും വല്ലയിടത്തും പോയി വല്ല ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്കിളെ, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അച്ഛൻ എവിടെയെങ്കിലും പോയതായിരിക്കും, എവിടെയാണെങ്കിലും തിരിച്ചു വരും, അച്ഛനും വരാതിരിക്കാനും സാധിക്കില്ലോ എന്ന് പറയണം. ഈ സമയം രാഹുലിനോട് പിന്നീട് വിക്രം ചോദിച്ചു, അല്ല വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് പോണം,
വൈകുന്നേരം കൊണ്ടേ മോൾക്ക് വിഷുക്കൈനീട്ടം കൊടുക്കണം എന്ന് പറയാം. എന്നാ പിന്നെ രാവിലെ അങ്ങോട്ട് പോയാൽ പോരായിരുന്ന വെളുപ്പിന് വിഷുക്കൈനീട്ടം കൊടുത്തിട്ട് പോരാൻ എല്ലാവരും ചോദിക്കും. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എങ്ങാനും ഇനി ആ ചന്ദ്രസേന്റെ ആൾക്കാർ പിടിച്ചാലോ എന്ന് കരുതിയിട്ടാ പോവാതിരുന്നേ. അതുകൊണ്ട് ഇപ്പൊ പോവാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല. അവർ ഈ സമയത്ത് അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങത്തില്ലല്ലോ. എന്നാൽ ശരി, അധികം താമസിക്കണ്ട. വേണമെങ്കിൽ ഞാൻ ജംഗ്ഷൻ വരെ കൊണ്ടുവിടാം. അല്ലെങ്കിൽ ചിലപ്പോഴേ പ്രശ്നമാവുമെന്ന് പറയണം. എന്നാൽ ശരി, ഞാൻ നിന്നോട് അത് എങ്ങനെ ചോദിക്കുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അങ്ങനെ വിക്രം രാഹുലിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവിടാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം കിരൺ റെഡിയാവുകയാണ്. കിരണിനോട് കല്യാണി ചോദിച്ചു, അല്ല കിരണേട്ട വേണോ ഈ സാഹസത്തിന് മുതിരണോന്ന് ചോദിക്കും. പിന്നെ വേണോന്നോ? നീ എന്ത് പറച്ചിലാ ഈ പറയണേ? നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടല്ലേ. അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനെ അവനോട്ടുള്ള പണി കൊടുക്കണ്ടേന്ന് ചോദിക്കാം. അല്ല പിന്നെ അത് പിന്നെ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ നിന്നെ അവർ ഉപദ്രവിച്ചെന്നിരിക്കും. അതിനു മുമ്പ് തന്നെ അവനിട്ട് പണി കൊടുക്കണമെന്ന് പറയാണ്. പിന്നീട് കിരൺ വേഷം മാറുവാണ്. വേഷമൊക്കെ മാറി അതിനുശേഷം മുഖമൊക്കെ മൂടിയതിന് ശേഷം ഒരു ഹെൽമെറ്റും കൂടെ വെക്കുകയാണ്. അപ്പൊ ഒന്നും കാണാൻ പറ്റില്ല. കിരണിന്റെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ കൂടെ ആ ചിഹ്നത്തോടെ എല്ലാം വ്യക്തമായിട്ട് കാണാം. പക്ഷെ മുഖത്തേക്ക് നോക്കുന്ന ആൾക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അയ്യോ ഭാവം ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റില്ല. പിന്നീട് കല്യാണിന്റെ ചെങ്ങനെയുണ്ട് ഇപ്പം, എന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയണം. അപ്പൊ ഇനി നമ്മൾ ഓക്കെ ആയി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം. കല്യാണിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണമെന്ന് പറയണം. ശരിയെന്ന് പറയാം. അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് രാഹുൽ എന്ത് ചെയ്യുവാണ്, അവിടെ വന്ന് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുവാണ്. വിക്രം കൊണ്ടുപോയിട്ട് അവനെ അങ്ങോട്ടേക്ക് പോയി. രാഹുൽ അങ്ങോട്ട് ചുറ്റുമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് കയറി വരുവാണ്. കാറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കിരൺ അങ്ങോട്ട് ചാടി വീഴുവാണ്. കിരൺ ചാടി വീണിട്ട് അവനിട്ട് അടിക്കുവാണ്. അയ്യോ പൊത്തോന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ കിടന്ന് കരയുവാണ്. അപ്പോഴത്തേനും അടുത്ത അടി കൊടുത്തു. തലക്കിട്ടും കൈക്കിട്ടും കാലിനിട്ടും എല്ലാം കൊടുത്തു. അവസാനം അവശനായിട്ട് താഴേക്ക് വീഴുവാണ്. പിന്നീട് കിരൺ എന്ത് ചെയ്യുക, അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്താണ് അവിടേക്ക് എല്ലാവരും ഓടി വരുന്നത്. സരയും മനോഹറും ശാരി എല്ലാരും കൂടെ ഓടി വരുന്നു. അച്ഛാന്ന് പറഞ്ഞിട്ട് സരയു അലമുറ ഇട്ട കരയാണ്. എന്ത് പറ്റിയത് അച്ഛാ, ഇതെന്താന്നൊക്കെ ചോദിക്കുകയാണ്. ചോര ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി എടുക്കും മനോഹരെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുവാണ് ശാരി കിടന്നിട്ട്. പിന്നീട് സരിയും ശാരി എല്ലാരും കൂടെ ചേർന്നിട്ട് അങ്ങനെ രാഹുലിനെ കാറിനകത്തേക്ക് കയറ്റുവാണ്. കാറിനകത്ത് കയറി അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോഴേക്കും കിരൺ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഓടിച്ചാടി കയറി വീട്ടിലേക്ക് വരുവാണ്. കല്യാണി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കല്യാണി പെട്ടെന്ന് കഥ തുറന്നു കൊടുത്തു. കിരൺ ചാടി കയറി. കുഴപ്പമൊന്നുമില്ല കിരണിട്ട് അല്ലേന്ന് ചോദിക്കുക. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. അപ്പോഴാണ് കല്യാണിക്ക് ശരിക്കും ശ്വാസം വീണേ. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് രാഹുലിനെ കൊണ്ടുപോയി ചെന്നതിന് ശേഷം ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ കരഞ്ഞ് നിലവിളിച്ച് സരയു നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.